സുഹൃത്തുക്കളെ, എസ് ആൻഡ് സ്റ്റോറീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കേരളത്തിൽ നിന്നും 2000 കിലോമീറ്റർ കൂടുതൽ അകലെ സ്ഥിതി ചെയ്യുന്ന മധ്യപ്രദേശിൻ്റെ തലസ്ഥാനമായ ഭോപ്പാലിലാണ്. ഇന്നത്തെ യാത്ര ഭോപ്പാലിൽ നിന്നും ഏകദേശം 50 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന സാഞ്ചി എന്ന ഗ്രാമത്തിലൊരു കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ബുദ്ധമത സ്മാരകമായ സാഞ്ചി സ്തൂപം കാണാനാണ് പോകുന്നത്. ഭോപ്പാൽ സാഗർ ഹൈവേയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ സിറ്റി കഴിഞ്ഞപ്പോൾ തന്നെ റോഡിൽ വാഹനങ്ങളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. അതുപോലെ തന്നെ റോഡ് സൈഡുകളിലൊക്കെ നോക്കത്ത ദൂരത്ത് വയലുകളാണ് കാണപ്പെടുന്നത്. ഈ സമയത്ത് ഗോതമ്പ്, ബാർലി, മല്ലി, കടുക്, ഉലുവ തുടങ്ങിയവയാണ് കൃഷി ചെയ്യുന്നത്. ഉത്തരേന്ത്യയിലൊക്കെ കിലോമീറ്ററോളം നമുക്ക് വയലുകൾ മാത്രമുള്ള സ്ഥലത്തിലൂടെ യാത്ര ചെയ്യാം. നമ്മളിപ്പോൾ പോകുന്ന സാഞ്ചി സ്തൂപത്തിൻ്റെ ഫോട്ടോയാണ് 200 രൂപ നോട്ടിൽ പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. ഭോപ്പാൽ സാഗർ റോഡിൽ നിന്ന് നമ്മൾ സാഞ്ചി സ്തൂപത്തിലേക്കുള്ള വഴിയിലേക്ക് തിരിഞ്ഞു. ഇനി ടിക്കറ്റ് എടുക്കണം. 40 രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റിൻ്റെ വില. ടിക്കറ്റൊക്കെ എടുത്തു. ഇവിടെ തണുപ്പ് കാലം തുടങ്ങി. ഉത്തരേന്ത്യയിൽ പേരയ്ക്കയുടെ സീസണാണ്. അല്പം പേരയ്ക്ക വാങ്ങിക്കൊണ്ടാവാം ഇനി യാത്ര. സാഞ്ചി സ്തൂപത്തിലേക്കുള്ള കുന്നു കയറുകയാണ്. ഇപ്പോൾ അധികം ടൂറിസ്റ്റുകൾ ഇല്ലാത്ത കാരണം നമുക്ക് മുകൾ ഭാഗം വരെ പോകാം. ഒരുപാട് തിരക്കുള്ള സമയത്ത് താഴെ പാർക്ക് ചെയ്ത് നടന്നു കയറേണ്ടി വരും. എന്തായാലും തിരക്ക് കുറവുള്ളത് കൊണ്ട് നടത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. വണ്ടികൾ പാർക്ക് ചെയ്യാൻ ചെറിയൊരു മൈതാനമുണ്ട്. പാർക്കിങ്ങിൽ വാഹനങ്ങൾ എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. പാർക്കിങ്ങിനോട് ചേർന്ന് വാഷ്റൂമുകളുണ്ട്. കൂടാതെ കുടിവെള്ള സൗകര്യങ്ങളും നൽകിയിട്ടുണ്ട്. ഒരുപാട് മരങ്ങൾ ഈ ഏരിയയിൽ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗി ഈ പരിസരത്തിനുണ്ട്. ഇവിടെ 50ഓളം സ്മാരകങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. മഹാസ്തൂപത്തിലേക്കുള്ള വഴി കല്ല് പാകിയിരിക്കുകയാണ്. ആ കാണുന്നതാണ് മഹാസ്തൂപം എന്നറിയപ്പെടുന്ന 1ാം സ്മാരകം. മഹാസ്തൂപത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇടതുവശത്ത് ഈ കാണുന്നതാണ് 3ാമത്തെ സ്മാരകം. ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ ബുദ്ധമത സ്മാരകങ്ങളിൽ ഒന്നാണ് സാഞ്ചിയിലെ വലിയ സ്തൂപം. ക്രിസ്തുവിന് മുമ്പ് 3ാം നൂറ്റാണ്ടിൽ അശോക ചക്രവർത്തിയാണ് ഇത് നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു. ഈ അശോക ചക്രവർത്തിയുടെ കഥയും അദ്ദേഹത്തിൻ്റെ കലിംഗ യുദ്ധവും അതിനുശേഷമുള്ള ബുദ്ധമതം സ്വീകരിക്കുന്നതും മറ്റും നിങ്ങൾ സ്കൂൾ തലത്തിൽ തന്നെ പഠിച്ചു കാണും. അശോക ചക്രവർത്തിയുടെ ഭാര്യ ദേവി സാഞ്ചിയിലാണ് ജനിച്ചത്. അവരുടെ വിവാഹം കഴിഞ്ഞതും ഇവിടെ വച്ച് തന്നെ. ഈ കാണുന്ന സ്തൂപങ്ങൾ പൂർണ്ണമായും നിർമ്മിക്കപ്പെടാത്തതായി കാണാം. ഇവയിൽ പലതും അടിത്തറ മാത്രമുള്ളതോ അല്ലെങ്കിൽ ചെറിയ കുന്നുകളോ മാത്രം അവശേഷിക്കുന്ന സ്തൂപങ്ങളാണ്. ഇതൊക്കെ അക്കാലത്ത് സന്യാസിമാരും മറ്റും ആഗ്രഹ നിറവേറ്റത്തിനായി പണിത വഴിപാടുകളാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് കുറച്ച് ബുദ്ധിസ്റ്റുകൾ വന്നിട്ടുണ്ട്. നമുക്ക് ഈ മഹാസ്തൂപത്തിൻ്റെ സൈഡ് ഗോവണിയിലൂടെ മുകളിലേക്ക് കയറാം. കല്ലുകൊണ്ടുണ്ടാക്കിയ റെയിലിങ്ങുകൾ നോക്കൂ. ഇവിടെ കല്ലുകൾ പതിപ്പിച്ചിരിക്കുകയാണ്. റെയിലിങ്ങുകളിൽ പല സ്ഥലത്തും കൊത്തുപണികൾ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നത് പടിഞ്ഞാറ് ഭാഗമാണ്. കാലങ്ങളോളം വിസ്മൃതിയിലാണ്ടുപോയ ഇവിടുത്തെ സ്തൂപങ്ങളെ
ആദ്യമായി പുറം ലോകത്തേക്ക് എത്തിച്ചത് 1818 ഒരു ബ്രിട്ടീഷ് ഓഫീസറായ ജനറൽ ഹെൻറി ടൈലറാണ്. ഇന്ന് ഈ കാണുന്ന നിലയിൽ പുനരുദ്ധാരണം ചെയ്തത് 1912 1919 ഇടയ്ക്ക് സർ ജോൺ മാർഷലിൻ്റെ നേതൃത്വത്തിലായിരുന്നു. അദ്ദേഹം തന്നെയാണ് ഈ 50 സ്മാരകങ്ങളുടെ നമ്പറിംഗ് ചെയ്തതും. ഇന്ത്യയിൽ ഹിന്ദുമതം ശക്തി പ്രാപിക്കുകയും ബുദ്ധമതം ക്ഷയിക്കപ്പെട്ടതിനാലും ആവും സാഞ്ചിയിലെ സ്മാരകങ്ങൾ മറവിയിലേക്ക് ആണ്ടുപോയത്. ഈ വലിയ സ്തൂപം അശോക ചക്രവർത്തി നിർമ്മിച്ചതാണെങ്കിലും ചുറ്റുമുള്ള വാതിലുകളും മറ്റും നിർമ്മിച്ചത് മറ്റ് രാജവംശങ്ങളാണ് എന്നാണ് പറയപ്പെടുന്നത്. ഈ മഹാസ്തൂപത്തിന് 50 അടിയോളം ഉയരമുണ്ട്. ഇവിടുത്തെ പ്ലാസ്റ്ററുകൾ അടങ്ങിപ്പോയിരിക്കുന്നു. കാലപ്പഴക്കത്താലും മഴയും വെയിലും തണുപ്പും കാറ്റും കൊണ്ട് സംഭവിച്ചതാകാം. ഈ ശ്രീബുദ്ധ പ്രതിമയുടെ തലഭാഗം പൊട്ടിയിരിക്കുന്നു. മിനുക്കിയ സാൻഡ്സ്റ്റോൺ കൊണ്ടുള്ള തൂണുകളാണിത്. മണ്ണിനടിയിൽ നിന്നും കിട്ടിയ ഈ തൂണുകൾ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. ഈ അമ്പലം 5-ാം നൂറ്റാണ്ടിൽ ഗുപ്ത രാജവംശം പണിതാണെന്ന് പറയപ്പെടുന്നു. ഇതിൽ വിഗ്രഹമൊന്നും തന്നെയില്ല. പണ്ടിതിൽ ശ്രീബുദ്ധൻ്റെ മൂർത്തി ഉണ്ടായിരുന്നെന്നാണ് പറയപ്പെടുന്നത്. മൗര്യ രാജാക്കന്മാർ പണിത ഈ ഹാള് ഹർഷവർദ്ധൻ്റെ കാലത്താണ് പുനർനിർമ്മാണം നടത്തിയത്. 12 തൂണുകളിൽ 9 എണ്ണം മാത്രമേ ഇപ്പോഴുള്ളൂ. ഇതാണ് അപൂർണ സ്തൂപങ്ങളുടെ മുകൾ ഭാഗം. കല്ലുകൾ എത്ര ഭംഗിയായിട്ടാണ് അടക്കി വച്ചിരിക്കുന്നത്. ഇവിടെയും കുറേ കൽത്തൂണുകൾ മണ്ണിൽ കിടക്കുന്നത് കാണാം. ഇതെല്ലാം ഇവിടുത്തെ അമ്പലങ്ങളുടെയും മറ്റും അവശിഷ്ടങ്ങളാകാം. നമുക്കിനി കിഴക്ക് ഭാഗത്തേക്ക് പോകാം. ഇവിടെ നിന്ന് നേരത്തെ പറഞ്ഞ അപൂർണ സ്തൂപങ്ങളെ കാണാം. കുറേ എണ്ണങ്ങളുണ്ട്. നല്ലൊരു കാഴ്ച തന്നെയാണിത്. ഇത് പഴയ കാലത്തുണ്ടായിരുന്ന അമ്പലങ്ങളുടെ അവശിഷ്ടങ്ങളാണ്. എല്ലാം തകർന്ന് തരിപ്പണമായിട്ടിരിക്കുന്നു. ആ കല്ലുകളിൽ കൊത്തുപണികൾ ഇപ്പോഴും കാണാം.
എത്രയോ കൽപ്പണിക്കാർ ദിനരാത്രം പണിയെടുത്തിട്ടായിരിക്കും ഇതെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ടാവുക. ഇത് കാണുമ്പോൾ സത്യത്തിൽ സങ്കടം തോന്നും. ഇതെല്ലാം നല്ല രീതിയിൽ ഇരിക്കുന്ന കാലത്ത് എത്ര ഭംഗിയായിരിക്കും ഈ നിർമ്മിതികൾക്ക് ഉണ്ടായിരുന്നത്. ഈ കല്ലുകൾക്ക് ജീവനുണ്ടായിരുന്നെങ്കിൽ നൂറ്റാണ്ടുകളുടെ കഥകൾ നമുക്ക് പറഞ്ഞു തരുമായിരുന്നു. സന്തോഷങ്ങളുടെയും ദുഃഖങ്ങളുടെയും ആക്രമണങ്ങളുടെയും പ്രകൃതിക്ഷോഭങ്ങളുടെയും എല്ലാം. ഇതിനോട് ചേർന്നിട്ടുള്ള മുറികളിലും കല്ലുകളുടെ അവശിഷ്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അമ്പലത്തിൻ്റെ മുകൾ ഭാഗം നോക്കൂ. സൈഡിൽ വെച്ചിട്ടുള്ള കല്ലുകളെല്ലാം നിലം പൊത്തിയിരിക്കുന്നു. ഈ ശ്രീബുദ്ധ വിഗ്രഹത്തിൻ്റെ കൈക്ക് പൊട്ടലുണ്ട്. ഇതിനടുത്ത് കുറേ മുറികളുണ്ട്. കല്ലുകളിൽ കൊത്തുപണികളുമുണ്ട്. ഈ കാണുന്നൊരു പ്രത്യേകതരം മരമാണ്. മരം നിറയെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ചെറിയ ചെറിയ തടിപ്പ് പോലെ. ഈ മരത്തിൻ്റെ പേര് നീലഗിരി എന്നാണ് പറഞ്ഞത് കേട്ടത്. ഒരു കാലത്തെ ബുദ്ധിസ്റ്റ് കോംപ്ലക്സ് ആയിരുന്നത്രേ ഇത്. ഇവിടെ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ അന്നത്തെ കാലത്ത് ബുദ്ധഭിക്ഷുക്കൾക്ക് താമസിക്കാനും പഠിക്കാനും മറ്റും ചെയ്തിരുന്നതാണെന്നാണ് പറയപ്പെടുന്നത്. ഒരു കാലത്ത് പ്രൗഢിയോടെ നിന്നിരുന്നതെല്ലാം ഇന്ന് മൺപറ്റി കിടക്കുന്നു. ഇത് പടിഞ്ഞാറ് ഭാഗമാണ്. അവിടെ ഒന്ന് പോയി നോക്കാം. ഇതൊരു കുളം പോലെ തോന്നുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇതൊരു കോറി ആയിരുന്നത്രേ. ഈ ബുദ്ധ ആലയങ്ങളിൽ 22 ചെറിയ മുറികളുണ്ടത്രേ. കഷ്ടി ഒരാൾ ഉയരത്തിലുള്ള ചുമർ മാത്രമേ ബാക്കിയുള്ളൂ. വലിയൊരു പാറയിൽ തീർത്ത ഭീമൻ പാത്രമാണിത്. അന്നത്തെ ബുദ്ധ സന്യാസിമാർക്ക് ഭക്ഷണം ശേഖരിക്കുന്നതിന് ഉപയോഗിച്ചിരുന്നു എന്നാണ് അനുമാനം. ഇനി നമുക്ക് തിരിച്ചു നടക്കാം.
ഈ തൂണുകളിൽ ബുദ്ധമതവുമായി ബന്ധപ്പെട്ട പ്രധാന സംഭവങ്ങളെ കാണിക്കുന്ന കൊത്തുപണികൾ നടത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ വലിയ സ്തൂപത്തിൻ്റെ അരികിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ രണ്ടാം സ്മാരകം എന്ന് പറയുന്ന സ്മാരകം കുറച്ചുകൂടി ദൂരെ സ്ഥിതി ചെയ്യുന്നതിനാൽ അത് കാണിക്കാൻ സാധിക്കാത്തതിൽ ഖേദമുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. Take care.